ഏതായാലും ഒരു മന്ത്രമൊക്കെ പറഞ്ഞു കൊടുത്തു. അദ്ദേഹം നികുംബയിൽ ഹോമം ചെയ്യാൻ. വിഭീഷണൻ ദൂരെ നിന്ന് കണ്ടു പുക വരുന്നത്. ശ്രീരാമസ്വാമിയോട് പറഞ്ഞു, പുക വരുന്നുണ്ട്, ഇവിടെ ഇരുന്ന് കണ്ട് നമ്മൾ ചർച്ച ചെയ്യല്ല വേണ്ട, ഇപ്പൊ തകർക്കണ ഹോമം. പല വിധത്തിലും അയാളെ വിഘ്നം ഉണ്ടാക്കാൻ നോക്കിയിട്ട് പറയണു, രാവണനുമേതും ഇളക്കമുണ്ടായില്ല വിജയകാംക്ഷയാലേ. ജയിക്കണം എന്നുള്ളൊരൊറ്റ വാശി കൊണ്ട് അയാളുടെ തപസ്സിനൊരിളക്കുണ്ടായില്ല എന്ന്. അപ്പോഴാണ് ഹനുമാൻ സ്വാമി പറഞ്ഞത്, ഇവനെ നിങ്ങൾ എന്ത് ചെയ്താലും ഇവനൊന്നും സംഭവിക്കില്ല. പിന്നെയോ ഇവന്റെ ഭാര്യയെ പിടിച്ചു കൊണ്ടുവരുമെന്ന് വലിച്ചഴച്ചു കൊണ്ടുവന്നു മണ്ഡോദരിയെ. എന്നിട്ട് വസ്ത്രം വലിക്കാൻ തുടങ്ങി. കുരങ്ങന്മാർക്കുണ്ടോ വസ്ത്രം വലിക്കാൻ പ്രയാസം? അവരെല്ലാവരും കൂടി സാരിയുടെ മേലെ തൂങ്ങിയപ്പോ വാനരന്മാരെല്ലാം ചീത്ത പറയുന്നത് മണ്ഡോദരി. നാണം കെട്ടവൻ ഭർത്താവാണത്രേ. കണ്ടില്ലേ, എല്ലാവരും കൂടി എന്നെ മാനം കെടുത്തുന്ന സമയത്ത് ഇരുന്ന് ഹോമം ചെയ്യണോ? ആർക്ക് വേണ്ടിയിട്ടാണ് നീ ഹോമം ചെയ്യണത്? ആ രാമന്റെ ഭാര്യയെ പിടിച്ചു കൊണ്ടുവന്ന് ഇപ്പൊ സ്വന്തം ഭാര്യയുടെ മാനം നശിപ്പിക്കുന്ന ദ്രോഹി, എണീക്കടാ അവിടുന്ന്. അയാളുടെ ദൗർബല്യമായിരുന്നു ആര്? മണ്ഡോദരി. മാണ്ഡോദരിയെ വലിച്ചഴിച്ചതും രാവണന്റെ തപസ്സൊക്കെ പോയി. അവിടെ നിന്ന് മണ്ഡോദരിക്ക് ഒരു തത്വോപദേശം കൊടുത്തു. മണ്ഡോദരി, ദുഃഖത്തിന് കാരണം എന്താണെന്നറിയോ? ഞാനല്ല ദുഃഖത്തിന് കാരണം. എന്താണ്? അവനവന്റെ മനസ്സിന്റെ ദൗർബല്യമാണെന്ന് രാവണൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഈ സന്ദർഭത്തില് അവിടേക്ക് കടന്നു വരുന്നു അഗസ്ത്യ മഹർഷി. ശ്രീരാമസ്വാമിയെ അനുഗ്രഹിച്ചുകൊണ്ട് പറയുന്നു, അങ്ങക്ക് വിജയിക്കാൻ ഞാനൊരു മന്ത്രോപദേശം ചെയ്യാൻ. അങ്ങനെയാണ് യുദ്ധഭൂമിയിൽ വെച്ച് ശ്രീരാമസ്വാമിക്ക് ആദിത്യ മന്ത്രം പറഞ്ഞു കൊടുത്തത്. എല്ലാവരെയും തന്റെ കിരണങ്ങളാൽ ഉണർത്തുന്ന ദേവ, എന്നെയും അന്ധകാരത്തിൽ നിന്ന് ആലസ്യത്തിൽ നിന്ന് ഉണർത്തിയാലും എല്ലാവരെയും കിരണങ്ങളാൽ പുഷ്ടിപ്പെടുത്തുന്ന, എല്ലാവരെയും ആരോഗ്യമുള്ളതാക്കുന്ന ദേവ, എന്റെ ഇന്നത്തെ ജീവിതം ആരോഗ്യമുള്ളതാക്കി തീർത്താലും എപ്പോഴും നേതൃത്വം കൊടുക്കുന്ന ദേവ, മുന്നിൽ നേതൃത്വം കൊടുത്തുകൊണ്ട് പോകുന്ന ദേവ, എനിക്കും നന്മയുടെ മുന്നിൽ നിന്നുകൊണ്ട് സഞ്ചരിക്കാൻ, ആ നേതൃത്വം കൊടുക്കാൻ എനിക്ക് ശക്തി തന്നാലും ദേവ, ഉണർത്താനും ആരോഗ്യമുള്ളവനാക്കി നിലനിർത്താനും നന്മയിലേക്ക് നടക്കാൻ നയിക്കാനുള്ള ശക്തി തരാനും പ്രാർത്ഥിച്ചുകൊണ്ട് യുദ്ധത്തിനൊരുങ്ങൂ രാമ എന്ന് പറയുകയാണ്. ഇപ്രകാരമൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീരാമസ്വാമി യുദ്ധത്തിന് തയ്യാറായപ്പോ അതാ മറ്റൊരാൾ കടന്നു വരുന്നു. ഇന്ദ്രന്റെ സാരഥിയായ മാതലി കടന്നു വരുന്നു. തേരുമായി കടന്നു വന്നു. അഗസ്ത്യ മഹർഷി ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാനാണ് പറയുക. അങ്ങനെ ആ തേരിലിരുന്നു കൊണ്ട് ശ്രീരാമസ്വാമി യുദ്ധത്തിനൊരുങ്ങുകയാണ്. രാവണന്റെ ഓരോ ശിരസ്സും എഴുതി വീഴ്ത്തുന്നതാണ്. വീഴ്ത്തുന്നതിനനുസരിച്ച് അത് വന്നുകൊണ്ടിരിക്കും. ശ്രീരാമസ്വാമിക്ക് അപ്പോഴാണ് മനസ്സിലായത്, ശിരസ്സിനല്ല അമ്പെയ്യേണ്ടത്, പിന്നെ എവിടെയാണ് അമ്പെയ്യേണ്ടത്? മാറിലേക്ക് അമ്പെയ്യണമെന്ന്. അങ്ങനെ ബ്രഹ്മാസ്ത്രം മാറിലേക്ക് തൊടുത്തുവിട്ടതും രാവണൻ എന്ന് പറയുന്ന അതിശക്തനായ ത്രിലോക ചക്രവർത്തി ലങ്കാധിപൻ എന്നേക്കുമായി മറഞ്ഞു വീണു. ഇത് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്, കാമത്തെ തോൽപ്പിക്കാൻ സാധ്യമല്ല. ഒരു കാമം തോറ്റാലും മറ്റൊന്ന് പൊങ്ങി വരും. ഇതാണ് രാവണന്റെ തലകൾ പൊങ്ങി വരിക എന്ന് പറഞ്ഞാൽ. ഒന്നുകിൽ സമ്പത്തിനോടുള്ള കാമം, സമ്പത്ത് വിട്ടാൽ വ്യക്തികളോടുള്ള കാമം, അത് വിട്ടാൽ അധികാരത്തോടുള്ള കാമം, അത് വിട്ടാൽ ആശയങ്ങളോടുള്ള കാമം, അത് വിട്ടാൽ അഭിമാനത്തോടുള്ള കാമം. ഏതെങ്കിലും ഒരു കാമം ഒന്നൊന്നായി പൊങ്ങി വരും. അതിനു പകരം എന്താണ് നല്ലത്? ബ്രഹ്മാസ്ത്രം മാറിലേക്ക് ചെയ്യുകയാണ് നല്ലത്. ഹൃദയത്തിലാണ് ആരിയിരിക്കുന്നത്? ഈശ്വരന്റെ സ്ഥാനം മാറിലാണ് വെച്ചിരിക്കുന്നത്, ഹൃദയത്തിലാണ് വെച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഹൃദയത്തിൽ ഈശ്വരന്റെ സ്ഥാനം വെച്ചിരിക്കുന്നത്? പറയും, ഹൃദയകുഹര മധ്യേ കേവലം ബ്രഹ്മമാത്രം അഹമഹമിതി ആത്മഭാവേന ഭാതി. നമ്മൾ ഓരോരുത്തരും ഞാൻ 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 എന്ന് പറയുമ്പോണ്ടല്ലോ, ഈ ശരീരത്തെ നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ എവിടെയാണ് അത്രേ കൈവയ്ക്കുക? നെഞ്ചിലാണ് കൈവയ്ക്കുക. അപ്പൊ ഇവിടെയാണത്രേ ഞാനെന്ന ഭാവം ഉണരുന്നത്. അപ്പൊ നമ്മുടെ ശ്വസിക്കുന്ന ഓക്സിജൻ ഉണ്ടല്ലോ, ഈ ഭാഗത്തെത്തുമ്പോഴാണത്രേ അത് പ്രാണവായുവായി മാറുന്നത്. അതുകൊണ്ട് പറയും, ഭഗവാന്റെ സാന്നിധ്യം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കൈ ഇങ്ങനെ നിവർത്തിപ്പിടിച്ചാൽ, പൊക്കിൾ കൊടിയിൽ നമ്മൾ കൈവച്ചു കഴിഞ്ഞാൽ
എവിടെയാണോ തള്ളവരിൽ ചെന്ന് ചേരുന്നത് അതേ സ്ഥലം തന്നെയായിരിക്കത്രേ ഇവിടെ നിന്ന് കൈവച്ചാൽ ഈ കഴുത്തിന്റെ കുഴി അവിടെ എത്തുമത്രേ. അത്ര കൃത്യമായിട്ട് നാരായണോപനിഷത്തില് ആ ഞാനെന്ന ഭാവത്തിന്റെ സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ എത്തുമ്പോഴാണ് ഓക്സിജൻ പ്രാണവായുവായിട്ട് മാറുന്നത്. ഈ ശരീരത്തെ നിലനിർത്തുന്ന പ്രാണവായുവിന് എവിടുന്നാണോ ജീവനം കിട്ടുന്നത് അതേ സ്ഥലം തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ഞാനെന്ന് പറയാനുള്ള ശക്തിയുടെ കേന്ദ്രം. അതുകൊണ്ട് പറയും അവിടെ തന്നെ വേണം ആരെ സ്മരിക്കാൻ? ഈശ്വരനെ പിടിക്കാൻ ഒരു സ്ഥലം വേണമല്ലോ. സർവവ്യാപിയായ ഭഗവാന് ഇന്ന സ്ഥലം എന്നൊന്നുമില്ല. എന്നാലും നമുക്കൊരു സ്പോട്ട് വേണം. സൂര്യന്റെ കിരണം എല്ലായിടത്തും പ്രകാശം പരത്തുന്നുണ്ടെങ്കിലും സൂര്യൻ എന്ന ബിംബത്തെ, ശരിക്കും പറഞ്ഞ ബിംബത്തെ നമ്മുടെ കണ്ണുകൊണ്ട് ഗ്രഹിക്കാൻ പറ്റില്ല. കാരണം ഭൂമിയെക്കാളും 10 മടങ്ങ് വലുപ്പമുണ്ട്. പക്ഷെ ഇത്ര ദൂരെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണുന്ന ചെറിയ ഗോളത്തിൽ സൂര്യനെ നമ്മൾ ധ്യാനിച്ചുറപ്പിക്കുന്നത് പോലെ സർവവ്യാപിയായിരിക്കുന്ന ഭഗവാനെ ഗ്രഹിക്കാൻ ഒരു സ്ഥാനം എവിടെയാണ്? ഭഗവാൻ പറയും സർവസ്യജാഹം ഹൃദി സന്നിവിഷ്ടോ മത്തസ്മൃതി ജ്ഞാനമപോഹനം ച വേദൈശ സർവൈരഹമേവ വേദ്യ വേദാന്തകൃദ്വേദ വിദേവ ചാഹം ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേർജുന തിഷ്ഠതി. ഞാൻ സർവഭൂതങ്ങളുടെയും ഹൃദയത്തിലിരിക്കുന്നു എന്ന് ഭഗവാൻ സ്പെസിഫിക് ആയിട്ട് പറയുന്നത് ഈ ഒരു അർത്ഥത്തിലായിരിക്കാം. അതുകൊണ്ട് ആ ഹൃദയത്തിൽ ഈശ്വരപ്രേമം വരുന്തോറും കാമങ്ങൾ ഓരോന്നോരോന്നും വിട്ടുപോകുന്നു. ഇപ്പൊ രാവണനെ കൊല്ലേണ്ടത് ഹൃദയത്തിൽ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചിട്ടാണെങ്കിൽ അതിനർത്ഥം ഹൃദയത്തിൽ ഈശ്വരപ്രേമം, ബ്രഹ്മസ്നേഹം, ഈശ്വരനോട് സ്നേഹം, പ്രേമം വരുന്തോറും കാമങ്ങളിൽ നിന്നും ക്രമേണ മനസ്സിനെ മുക്തമാക്കാം. ഇതാണ് ഭാരതത്തിന്റെ സിദ്ധാന്തം. കാമങ്ങൾ വേണ്ടാന്നല്ല പറയുന്നത്, പ്രേമം വരുന്തോറും കാമം കുറയും. ഞാൻ ആവർത്തിക്കട്ടെ, ഒരു ഭാഗത്ത് നമ്മൾ കാലൂന്നിയാൽ മറുഭാഗത്തു നിന്നും കാലെടുക്കാൻ പറ്റും അല്ലേ? നമ്മൾ നടക്കുമ്പോൾ അങ്ങനെയല്ലേ? ഒരു ഭാഗത്തുനിന്ന് കാലങ്ങോട്ട് എടുക്കണമെങ്കിൽ മറുഭാഗത്ത് വയ്ക്കണം. ഇതുപോലെ നമ്മൾ പ്രേമത്തിലേക്ക് മനസ്സ് തിരിയുന്തോറും കാമത്തിൽ നിന്നും കാല് പൊങ്ങി 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 പെരുകി വരും. ഇങ്ങനെ രാവണവധം കഴിഞ്ഞു. രാവണ ഭക്തിമാരും എല്ലാവരും അലമുറയിട്ട് വിലപിക്കാൻ തുടങ്ങി. ആ സ്ത്രീകളൊക്കെ പറഞ്ഞു, ഇത്രയും കാലം ഞങ്ങളെ സുഖിപ്പിച്ച സന്തോഷിപ്പിച്ച രാവണ നീ പോയില്ലേ, ഇനി ഞങ്ങൾക്കാരുണ്ട് നാഥ എന്നൊക്കെ പറഞ്ഞു. ഒരു നിമിഷം വിഭീഷണനും കരഞ്ഞുപോയി. സർവശക്തനായ തന്റെ ജ്യേഷ്ഠൻ എത്രയോ ശ്രേഷ്ഠനാണ്. കൈലാസപർവ്വതത്തെ പോലും എടുത്ത് അമ്മാനമാടിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ തപസ്സിൽ പ്രീതനായിട്ട് ഭഗവാൻ പണ്ട് ശിവലിംഗം കൊടുത്തു അത്രേ, ജ്യോതിർലിംഗം കൊടുത്തു അത്രേ. അദ്ദേഹം അത് പുറത്തേക്ക് കടത്തുമോ പേടിച്ചിട്ട് ഗണപതി ഭഗവാനെ ആട്ടിടയനായിട്ട് പറഞ്ഞയക്കും. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ രാവണൻ കൊണ്ടുപോവാണ്. അപ്പൊ പറയും, ഗംഗാദേവിയോട് പറയും, ഒന്ന് രാവണന്റെ ശരീരത്തിലേക്ക് കയറണേ എന്ന്. ഗംഗ അങ്ങോട്ട് രാവണന്റെ ശരീരത്തിലേക്ക് കയറും. നോക്കണേ, അയാൾക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. രാവണന് ഗംഗ കയറിയപ്പോ കലശലായി വിരലുയർത്തി ബാത്റൂമിൽ പോണം. പക്ഷെ ഈ ശിവലിംഗം എങ്ങാനും താഴെ വെച്ചാൽ അത് മണ്ണിൽ ഉറയ്ക്കും. ബാത്റൂമിൽ പോവുകയും വേണം, ശിവലിംഗം വെക്കാനും പറ്റില്ല. ഈശ്വര, ആകെ ഒരു പ്രതിസന്ധിയായി. അപ്പോഴാണ് ആട്ടിടയന്റെ രൂപത്തിൽ ഗണപതി ഭഗവാൻ വരുന്നത്. കുട്ടി, ഒരു ഉപകാരം ചെയ്യണേ, ഞാൻ ഒന്ന് ബാത്റൂമിൽ പോയിട്ട് വരാം, ഒന്നത് പിടിക്കണമെന്ന്. തന്റെ പേരെന്താന്ന് വെച്ചു. ഒരു രാവണൻ. എനിക്ക് സമയമൊന്നും അധികം ചെലവഴിക്കാൻ പറ്റില്ല, തന്റെ പേര് ഞാൻ 3 പ്രാവശ്യം വിളിക്കും, വന്നില്ലെങ്കിൽ ഇതിവിടെ വെച്ച് പോകുന്നു. 3 പ്രാവശ്യം ഒന്നും വിളിക്കണം, അതിന്റെ മുമ്പ് തന്നെ വരാന്ന്. ആദ്യത്തെ വിളി, രാവണ തൊപ്പ വരപ്പ വരെ അവിടെ നിൽക്കൂന്ന്. ഗംഗണ്ടോ പോണു. രാവണ 2ആയി. രാവണ അപ്പോഴേക്കും ഗംഗയും നിന്നു. ഓടി വന്ന് ഗണപതിയുടെ മൂർധാവിലൊന്ന് വെച്ചു കൊടുത്തു എന്നാണ്. കുഴിഞ്ഞുപോയത്രേ തല. അങ്ങനെ ഇപ്പോഴും ഒരു പ്രതിഷ്ഠയുണ്ട്. നിങ്ങൾ ഗോകർണം എന്നുള്ളൊരു ക്ഷേത്രം കേട്ടിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഗണപതി പ്രതിഷ്ഠ ഈ പ്രതിഷ്ഠയാണ്. അവിടുത്തെ ശിവലിംഗം ഉണ്ടല്ലോ, ജ്യോതിർലിംഗമായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. അത് കുഴിഞ്ഞുപോയി. കടലിന്റെ തീരത്താണത്. അവിടെയാണ് രാവണൻ മൂത്രമൊഴിച്ചത് എന്നാണ്. അപ്പൊ അവിടെ കുഴിഞ്ഞുപോയി എന്നാണ്. ഇപ്പോഴും അതാണ് അവിടുത്തെ ചരിത്രം. അപ്പൊ ഇങ്ങനെ
കഥ പറഞ്ഞത് ശിവനെ പ്രത്യക്ഷപ്പെടുത്തി ജ്യോതിർലിംഗം പോലും കൈവരിച്ച രാവണന് ആ ശിവനെ പ്രത്യക്ഷപ്പെടുത്തിയതൊന്നും പ്രയോജനപ്പെടുത്താൻ സാധിച്ചില്ല. ശിവനിലേക്ക് തിരിഞ്ഞില്ല, ശവത്തിലേക്ക് തിരിഞ്ഞു. അവസാനം ശവമായി തീർന്നു ഉപരിയാൻ. ശിവനിലേക്ക് തിരിഞ്ഞിരുന്നുവെങ്കിൽ ശവത്തിൽ നിന്നും ശിവസായുജ്യം അനുഭവിക്കാമായിരുന്നു. ഭാഗവതം പറയുന്ന പോലെ ധർമ്മപ്രോചിത കൈതവോത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവം വസ്തു ശിവതം. വാസ്തവമായ വസ്തു ശിവനെ അറിഞ്ഞിരുന്നുവെങ്കിൽ അങ്ങോട്ട് മനസ്സിനെ ഉയർത്താമായിരുന്നു. പക്ഷേ ശിവനിലേക്ക് ഉയരുന്നതിന് പകരം ശവത്തിന്റെ കാമനകളെ തൃപ്തിപ്പെടുത്താൻ നോക്കി അവസാനം ശവമായി തീരേണ്ടി വന്നു. വിഭീഷണൻ കുറെ കരയും. ഉടനെ ശ്രീരാമസ്വാമി പറയാണ്, മരിച്ചു കിടക്കുന്നിടത്ത് കരയുകയല്ല വേണ്ടത്. ഈ വിഷയം ഞാൻ നിങ്ങളോട് പറഞ്ഞു. നാമം ജപിക്കൂ. നന്നല്ല പരലോകത്തിനു അത്. ഒരാളുടെ പരലോകഗതി നമുക്ക് തടസ്സപ്പെടുത്താൻ സാധിക്കും. കാരണം മരിച്ച വ്യക്തിയുടെ ആ ജീവന് ശരീരത്തോടൊരു ആസക്തി ഉണ്ടാവും. അപ്പൊ അത് ശരീരത്തിന് ചുറ്റും നിൽക്കും. നമ്മൾ അവിടെ ഇരുന്ന് കരഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് കൂടുതൽ കൂടുതൽ അവിടുന്ന് പോവാനല്ല തോന്നുക. അപ്പൊ മരിച്ച ആ പ്രേതാത്മാവിനെ അവിടെ നിന്നും പിതൃലോകത്തിലേക്ക് അയക്കണം. അതിനെന്താ വഴി? ഇരുന്ന് നാമസ്മരണ ചെയ്യൂ എന്ന് വിഭീഷണനെ ഓർമ്മപ്പെടുത്തി. പിന്നെ പിതൃകർമ്മങ്ങൾ ചെയ്യാൻ പറയും. വിഭീഷണൻ പറയും, സ്ത്രീജിതൻ, അങ്ങയുടെ ധർമ്മിഷ്ഠനായ അങ്ങയുടെ ഭാര്യയെ കട്ടുകൊണ്ടുവന്നവൻ, ഇവന്റെ ശ്രാദ്ധകർമ്മം ഞാൻ ചെയ്യില്ല. ഉടനെ ശ്രീരാമസ്വാമി പറയാണ്, അങ്ങ് ഇവനെ ദഹിപ്പിച്ചിട്ടില്ലെങ്കിൽ അവന് വേണ്ടി, നിനക്ക് വേണ്ടി അവനെ ഞാൻ ദഹിപ്പിക്കും. കാരണം എല്ലാ ശത്രുതയും ഏതുവരെയുള്ളൂ? എല്ലാ ശത്രുതയും മരണം വരെ ഉള്ളൂ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്രകാരം ആ വിഭീഷണൻ ഇത് കേട്ടപ്പോ ശ്രീരാമസ്വാമിയുടെ ആദരവ്, എത്ര ആദരവാണ്! ശത്രുവിനോട് പോലും ആദരവ്. ആർക്കുണ്ടാവുക ലോകത്തില്? നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ നിങ്ങൾ നോക്കൂ. ഇടയ്ക്ക് വെച്ച് ഇന്ത്യ പാകിസ്ഥാൻ വാർ വന്നപ്പോഴേ നമ്മുടെ 2-3 ആളുകളുടെ ഡെഡ് ബോഡി നമ്മൾ അവിടുന്ന് വാങ്ങിച്ചതുണ്ടല്ലോ. വെട്ടി വികൃതമാക്കി ഒരു മനുഷ്യനോട് ചെയ്യുന്ന ക്രൂരത മുഴുവൻ ചെയ്തുകൊണ്ട് ശവങ്ങൾ പറയാൻ പറ്റില്ല, അത്രയും നീചത്തരമൊക്കെയാണ് ചെയ്തിരുന്നത്. അവ ശവം കൊണ്ടുവരാൻ തന്നെ നമ്മുടെ പട്ടാളക്കാർക്ക് വിഷമം തോന്നിയെന്നാണ്. അതായത് ഒരു രാഷ്ട്രത്തോടുള്ള ദേഷ്യം മനുഷ്യനോട് കാണിക്കുന്ന ഇത് ശ്രീരാമസ്വാമിയിൽ നിന്നൊക്കെ പഠിക്കണം. ഇന്നത്തെ നേതാക്കന്മാരെ രാവണനെ വധിച്ചിട്ട് പറയാണ്, എല്ലാ ശത്രുതയും മരണത്തോടെ തീർക്കണം. മരിച്ചു കഴിഞ്ഞാൽ ആദരവോടെ അയാളെ സംസ്കരിക്കണം. ഈ സംസ്കാരം വിഭീഷണന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. വിഭീഷണന് ആദരവ് വരും ശ്രീരാമസ്വാമിയോട്. അങ്ങനെ സംസ്കരിച്ച് മണ്ഡോദരിയെ ശ്രീരാമസ്വാമി ആശ്വസിപ്പിക്കും. പറയും, അങ്ങയുടെ മഹത്വം എനിക്കറിയാം, പക്ഷെ എത്ര പറഞ്ഞിട്ടും ഇവൻ മനസ്സിലാക്കിയില്ല, എന്ത് ചെയ്യാനാണ്? ശ്രീരാമസ്വാമി ആശ്വസിപ്പിക്കും. വിഭീഷണൻ നിങ്ങളെയൊക്കെ വേണ്ട വിധത്തിൽ നോക്കും. ലക്ഷ്മണ, സുഗ്രീവ, ഇനി കാത്തിരിക്കേണ്ട, എത്രയും വേഗം വിഭീഷണന്റെ പട്ടാഭിഷേകം ചെയ്യുമെന്ന്. സമുദ്രത്തിൽ നിന്നും വെള്ളം കൊണ്ടുവന്ന് വിഭീഷണനെ എല്ലാവിധ ആദരവോടും കൂടി പട്ടാഭിഷേകം ചെയ്ത് ലങ്കയുടെ ചക്രവർത്തിയാക്കി മാറ്റും. ശ്രീരാമസ്വാമി ആ രാജ്യം അല്പം പോലും മോഹിച്ചില്ല, വിഭീഷണനെ ഏൽപ്പിക്കുകയാണ്. ഇനിയാണ് ശ്രീരാമസ്വാമിക്ക് അടുത്ത കാര്യം. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്? സീതയെ കിട്ടാൻ. ശ്രീരാമസ്വാമിയുടെ മനസ്സാകെ പ്രക്ഷുബ്ധമായി. എങ്ങനെയാണ് സീതയെ സ്വീകരിക്കുക? ഇനി 1 വർഷക്കാലം രാവണന്റെ കസ്റ്റഡിയിലിരുന്ന സീതയെ അങ്ങനെ എളുപ്പത്തിലൊന്നും സ്വീകരിക്കാൻ സാധ്യല്ല. ഏതായാലും ശ്രീരാമസ്വാമി ഹനുമാൻ സ്വാമി അടുത്ത് വിളിക്കും. എന്നിട്ട് പറയും, ഹനുമാൻ സ്വാമി, സീതയെ ചെന്ന് വിവരമറിയിക്കണം. രാമരാവണ യുദ്ധം കഴിഞ്ഞു എന്നും രാവണൻ സ്വർഗലോകം പൂകിയെന്നും. ഇത് പറഞ്ഞ് സീതയോട് പറഞ്ഞാൽ മതി. കൂട്ടിക്കൊണ്ടുവരാമെന്നോ ഞങ്ങൾ അങ്ങോട്ട് വരാമെന്നോ ഒന്നും പറഞ്ഞില്ലേ ശ്രീരാമസ്വാമി. ഹനുമാൻ സ്വാമി അവിടെ നിന്ന് പോവും. ശ്രീരാമസ്വാമിയുടെ ദൗത്യവുമായിട്ട് ശ്രീരാമസ്വാമി വിജയിച്ചു എന്ന കാര്യം സീതയെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് ചെന്നതും പാവം അന്ന് കണ്ടതിനേക്കാളും എല്ലും തോലുമായിട്ടുണ്ട്. വസ്ത്രമൊക്കെ ഇങ്ങനെ മുഷിഞ്ഞായിട്ടുണ്ട്.
മണ്ണിലിരുന്നിരുന്നിരുന്ന് ആകെ നിറം മാറിയിട്ടുണ്ട്. ആദരവോടെ നമസ്കരിക്കും. ആ രാക്ഷസികളോടൊക്കെ പറയും, മാറി നിന്നോളൂ. കാരണം ഇപ്പൊ വിഭീഷണനാണ് രാജ്യം ഭരിക്കണതേ, ധൈര്യമായിട്ട് പറയാലോ. അവരൊക്കെ മാറി നിൽക്കും. അവർക്കും പേടി വന്നു. എന്നിട്ട് സീതാദേവിയോട് പറയുകയാണ്, ദേവി, രാമചന്ദ്രപ്രഭു വിവരം തന്നിരിക്കണു, രാമരാവണ യുദ്ധം കഴിഞ്ഞു എന്നും രാവണൻ വധിക്കപ്പെട്ടു എന്നും. കേട്ടതും സീതാദേവി ആദ്യം കൈകൂപ്പും, കണ്ണിൽ നിന്ന് ധാരധാരയിട്ട് കണ്ണുനീര് വീഴും, മുഖം താഴ്ത്തും. ദേവി, എന്താണ് ഇങ്ങനെ കരയുന്നത്? പറയാണ്, നമ്മുടെ സംസ്കാരമനുസരിച്ച് സന്തോഷമുള്ളൊരു വാർത്ത കേൾക്കുമ്പോൾ വാർത്ത കേൾപ്പിച്ചവർക്ക് വല്ലതും സമ്മാനങ്ങൾ കൊടുക്കണമെന്നാണ്. ഇത്രയും ഒരു ശ്രേഷ്ഠമായ വാർത്ത കേട്ടിട്ട് സന്തോഷം വന്നുവെങ്കിലും അങ്ങയ്ക്കൊന്നും തരാൻ എൻ്റെ കയ്യിൽ ഇല്ലാതെ പോയല്ലോ, ഈ ദുഃഖം എന്നെ വേദനിപ്പിച്ചു. ഹനുമാൻ സ്വാമിയോട് പറയുന്നു. സ്വാമി ചോദിച്ചു, എന്തെങ്കിലും പ്രതിസന്ദേശം പറഞ്ഞയക്കാനുണ്ടോ? എനിക്ക് ഇങ്ങനെ തന്നെ രാമനെ കാണണമെന്നൊരു മോഹമുണ്ട് എന്ന്. ആര്യപുത്രനെ കാണണം, എത്രയും വേഗം ആര്യപുത്ര സംഗമം ഞാൻ പ്രതീക്ഷിക്കുന്നു. ഹനുമാൻ സ്വാമി അവിടെ നിന്ന് തിരിയണ സമയത്ത് ഒരു രാക്ഷസ എന്തോ ഒരു ഭാവത്തിൽ മുഖം കാണിച്ചു. സീതാദേവിയോട് വെച്ചു, ഞാൻ ശരിയാക്കട്ടെ ഇപ്പൊ ഒന്ന്. ഇപ്പൊ ലൈസൻസ് ഉണ്ടല്ലോ, വിഭീഷണനാണല്ലോ രാജാവ്. സീതാദേവി പറഞ്ഞു, അവരൊന്നും ഒരു തെറ്റും അങ്ങേക്ക് ചെയ്തിട്ടില്ല, എന്നെ ഉപദ്രവിച്ചിട്ടില്ല, അവരെ ഏൽപ്പിച്ച ജോലി ചെയ്തിട്ടുള്ളൂ, ആരെയും ഉപദ്രവിക്കേണ്ടെന്ന്. ഹനുമാൻ സ്വാമി അവിടുന്ന് സമ്മതം വാങ്ങിച്ച് ശ്രീരാമസ്വാമിയുടെ സന്നിധിയിലെത്തി. ശ്രീരാമസ്വാമി ഇങ്ങനെ ടെൻഷനായിട്ട് നിൽക്കുകയാണ്, എന്താ ഇപ്പൊ സീത പറഞ്ഞിട്ടുണ്ടാവുക എന്ന് ചോദിച്ചു. എന്താണ് ഹനുമാൻ സ്വാമി പറയണ? അതേ രൂപത്തിൽ ശ്രീരാമ സംഗമം പ്രതീക്ഷിക്കണോ? എന്തായിരിക്കണം ശ്രീരാമസ്വാമി പറയാൻ? ഒരു വർഷക്കാലം പാതിവത്യ ധർമ്മം സൂക്ഷിച്ച് ഭക്ഷണം കഴിക്കാതെ മണ്ണിൽ കിടന്നുകൊണ്ട് കുളിക്കാതെ അങ്ങനെ ഒരു അവസ്ഥയിലാണ് ആർക്കാരെ കാണേണ്ടത്? സീതാദേവിക്ക് രാമനെ കാണേണ്ടത്. ശ്രീരാമസ്വാമി മാറി അവിടുന്ന്. പിന്നീട് വിഭീഷണന് നിർദ്ദേശം കൊടുക്കുകയാണ്, സീതയെ കുളിപ്പിച്ച് അണിയിപ്പിച്ച് പട്ടുവസ്ത്രം ഉടുപ്പിച്ച് മഞ്ചലിലേറ്റിക്കൊണ്ടുവരൂ. ആ രൂപത്തിൽ ആര് കാണാൻ തയ്യാറായില്ല? ശ്രീരാമസ്വാമി കാണാൻ തയ്യാറായില്ല. വിഭീഷണൻ രാക്ഷസികളോട് വിവരം പറയും. വിഭീഷണൻ ചെല്ലും, ദേവി, രാവണവധം കഴിഞ്ഞു, ആര്യപുത്രൻ വിജയിച്ചിരിക്കുകയാണ്, ദേവി എത്രയും വേഗം കുളിച്ചൊരുങ്ങും. ഇവരെല്ലാ സാധനങ്ങളും ആഭരണങ്ങളും വസ്ത്രങ്ങളും എല്ലാം. ദേവിക്ക് വലിയ വിഷമാവും. ശ്രീരാമസ്വാമിക്ക് തന്റെ ഒരു വർഷത്തെ തപസ് കാണണ്ടെന്നാണ്. ശ്രീരാമസ്വാമിയെ ഇത് കാണിക്കാൻ വേണ്ടി കൊതിച്ചതാണ്. സീതാദേവി ഒന്ന് പറയുന്നത് അങ്ങോട്ട് പെട്ടെന്ന് അനുസരിക്കാതെ തോന്നുമ്പോ വിഭീഷണൻ പറയാണ്, ആര്യപുത്ര ശാസനം സ്വീകരിച്ചാലും ദേവിന്ന്. പിന്നെ പ്രതിവാക്കുകളൊന്നും പറയാനില്ല. അവിടെ നിന്നും രാക്ഷസിമാരെ കാണിച്ച വഴിയിലൂടെ പോയി കുളിക്കും, പട്ടുവസ്ത്രങ്ങളൊക്കെ ഉടുക്കും. ഒരു വർഷത്തെ ക്ഷീണം മുഴുവനുണ്ട്. ശരീരത്തിലും തലയിലൊക്കെ ആഭരണാദികളൊക്കെ അണിയും. പല്ലക്കിൽ കയറും, കൊണ്ടുപോവുകയാണ് ശ്രീരാമസ്വാമിയുടെ അടുത്തേക്ക്. ശ്രീരാമസ്വാമി സീതയുടെ അടുത്തേക്കല്ല പോകുന്നത്, സീതയെ ശ്രീരാമസ്വാമിയുടെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. വാനരന്മാർക്കൊക്കെ വലിയ ഉത്സാഹം. ഏത് പെണ്ണിന് വേണ്ടിയിട്ടാണ് യുദ്ധം ചെയ്തതെന്ന് കണ്ടിട്ടില്ലേ? ആ പെണ്ണിനൊന്ന് കാണണമല്ലോ, കാണാൻ മാത്രമൊക്കെ ഉണ്ടോ എന്നുള്ളത്. ആർക്ക് വേണ്ടിയിട്ടാണ് ശ്രീരാമസ്വാമി ഇത്ര കഷ്ടപ്പെട്ടത് എന്നുള്ളത് ഓരോരുത്തരിങ്ങനെ മഞ്ചലിന്റെ ഒരു മരത്തിന്റെ മുന്നൊക്കെ എത്തി നോക്കും എങ്ങനെയുണ്ട് എന്ന്. അപ്പൊ വിഭീഷണൻ അവിടുന്ന് ഉറക്ക വിളിച്ചു വരണ്ട, മാറ് കൊരങ്ങന്മാർക്ക് എന്തറിയാം, മാറ് വഴി മാറുമെന്ന്. ശ്രീരാമസ്വാമി വിഭീഷണനോട് പറയാണ്, സീതയെ കൊണ്ടുവരാനേ പറഞ്ഞുള്ളൂ, ഇവരെയൊന്നും അകറ്റാൻ പറഞ്ഞിട്ടില്ല. സീത അവിടെ നിൽക്കട്ടെ, മനസ്സിൽ ഇറങ്ങി വരട്ടെ എന്ന്. എല്ലാവരും കാണത്തന്നെ സീത വന്നാ മതി. എന്നിട്ട് പറഞ്ഞു, വിഭീഷണൻ, ക്ഷത്രിയന്മാരുടെ ഇടയിൽ ഭർത്താവ് മരിക്കുക, യുദ്ധത്തിന് പോവുക, വിവാഹ സന്ദർഭങ്ങളിലൊക്കെ സ്ത്രീകൾക്ക് മുഖം കാണിക്കാന്നുണ്ട്, മറ്റുള്ളവരുടെ മുന്നിലേക്ക് ഇറങ്ങി വരാന്നുണ്ട്. ഇന്നിപ്പോ നമുക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അന്നത്തെ കാലത്ത് കുറെ സ്ത്രീകൾക്ക് പുറത്തേക്ക് വരാനുള്ള റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെയൊന്നും എല്ലാവരുടെ മുഖത്തേക്ക് നോക്കാൻ പാടില്ലാത്തൊരു കാലം. അതുകൊണ്ട് സീത അണിഞ്ഞൊരുങ്ങി വരട്ടെ, അവിടുന്ന് പുറപ്പെടട്ടെ എന്ന്. വിഭീഷണനും മനസ്സിലായില്ല എന്താണെന്നുള്ളത്. എല്ലാവരും കാണെ സീത ഇറങ്ങി വന്നു. ശ്രീരാമസ്വാമിയുടെ അടുത്തെത്തി കൈകൂപ്പി
കണ്ണിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്. ശിരസ് താഴ്ത്തി. ഏത് നിമിഷവും ശ്രീരാമസ്വാമി പിടിക്കും, ആലിംഗനം ചെയ്യും. സീതേ എന്ന് പറഞ്ഞൊരു സീൻ ഉണ്ടാവുന്ന സീത വിചാരിച്ചത്. ഹായ് സീതേ എന്ന് പറഞ്ഞിട്ട് കുറെ കാലം കാത്തിരുന്നൊരു അനുഭവമല്ലേ. അതാണ് സീത പ്രതീക്ഷിച്ചത്. അങ്ങനെയുള്ള സിനിമയിലൊക്കെ നമ്മൾ കാണാതെ വരുമ്പോ ഹായ് എന്ന് പറഞ്ഞിട്ട് ഇതാണ് എല്ലാവരും പ്രതീക്ഷിക്കുക. പക്ഷേ അനുഭവം മറ്റൊന്നാണ്ടായത്. സീതാദേവിയെ നോക്കിക്കൊണ്ട് ശ്രീരാമസ്വാമി പറയാണ്, സീതയെ, ഞാൻ രാവണനെ വധിച്ചത് സീതയ്ക്ക് വേണ്ടിയിട്ടല്ല. മുനിമണ്ഡലത്തിൽ ഞാൻ പ്രതിജ്ഞ ചെയ്തു രാക്ഷസ വംശത്തെ കൊന്നൊടുക്കിക്കൊള്ളാന്ന്. അന്യപുരുഷന്റെ മടിയിലിരുന്ന് ഒരു വർഷക്കാലം അന്യപുരുഷന്റെ നിയന്ത്രണത്തിലിരുന്ന് സീതയെ സൗന്ദര്യം കണ്ട് കട്ടുകൊണ്ടുപോയ രാവണന് ഈ സൗന്ദര്യത്തെ കണ്ടുപുറപ്പിക്കാൻ സാധിക്കുമോ? ഇപ്പോ കണ്ണുരോഗമുള്ളവന്റെ മുന്നിൽ വിളക്ക് കൊണ്ടുവച്ച പോലെയാണ് നീ എന്റെ മുന്നിൽ നിൽക്കുന്നത്. എനിക്ക് വേദനയാണ് നിന്നെക്കൊണ്ട്. അതുകൊണ്ട് ഇവിടെ വെച്ച് ഞാൻ പറയുന്നു, എനിക്ക് 10 ദിക്കിലും നിന്നെക്കൊണ്ട് കാര്യമില്ല. നിനക്ക് വേണമെങ്കിൽ സുഗ്രീവന്റെ കൂടെ പോവാം, അല്ലെങ്കിൽ വിഭീഷണന്റെ കൂടെ പോവാം, അല്ലെങ്കിൽ ശത്രുഘ്നന്റെ കൂടെ പോവാം. എനിക്ക് നിന്നെക്കൊണ്ട് കാര്യമില്ല. രാമരാവണ യുദ്ധം കഴിഞ്ഞ് സീത ശ്രീരാമ സ്വീകാര്യമാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ ശ്രീരാമസ്വാമി സീതയെ ത്യാഗം ചെയ്യണം. ഒരു വല്ലാത്തൊരു അനുഭവമല്ലേത്? സീതാദേവിക്ക് മനസ്സിലായി തന്റെ ചാരിത്ര്യം ചോദ്യം ചെയ്യപ്പെട്ടു. തീർച്ചയായിട്ടും അന്യരാജ്യത്തില് ബലാത്കാരേണ പിടിക്കപ്പെട്ടു കൊണ്ടുപോയി. അപ്പൊ തീർച്ചയായിട്ടും തന്റെ ചാരിത്രം നശിപ്പിക്കാൻ ഒരാൾക്ക് സാധിക്കും. സീതാദേവി തളരുകയല്ല ചെയ്തത്, പതറുക അല്ല ചെയ്തത്. ഇവിടെയാണ് സ്ത്രീത്വം എന്ന് പറയുന്നത്. ശ്രീരാമസ്വാമി ലക്ഷ്മണന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് പറയാണ്, ലക്ഷ്മണൻ, അനിയൻ, എനിക്ക് മാപ്പ് തരൂ. കാരണം സീതാദേവിക്ക് മനസ്സിലായി അത്. പണ്ട് ഞാൻ കൂർത്ത വാക്കുകൾ, ലക്ഷ്മണന്റെ ചാരിത്രത്തെ ചോദ്യം ചെയ്യുന്ന വാക്കുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും അത് കേൾക്കാൻ ബാധ്യസ്ഥയാണ്. ലക്ഷ്മണനോട് അങ്ങോട്ട് പറഞ്ഞതിന് ശ്രീരാമസ്വാമിയിൽ നിന്ന് ഇങ്ങോട്ട് കേട്ടു. ലക്ഷ്മണന് നിർദ്ദേശം കൊടുക്കുകയാണ്, അനിയ, ചെതയൊരുക്കൂ എനിക്ക്. ഇനി ഞാനിവിടെ ജീവിച്ചിരിക്കില്ല. ലക്ഷ്മണൻ ശ്രീരാമസ്വാമിയുടെ മുഖത്ത് നോക്കി. ശ്രീരാമസ്വാമി പറഞ്ഞു, ചെതൊരുക്കിക്കോളൂന്ന് സമ്മതം കൊടുത്തു. ലക്ഷ്മണൻ ജ്യേഷ്ഠന്റെ നിർദ്ദേശപ്രകാരം ചെതൊരുക്കുകയാണ്. ശ്രീരാമസ്വാമിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, ആര്യപുത്ര, സ്ത്രീ ശരീരം അബലയാണ്, ദൗർബല്യമുള്ളതാണ്. ഈ ശരീരത്തെ മറ്റൊരാൾക്ക് ബലാത്കാരേണ പിടിക്കാൻ സാധിക്കും. പക്ഷേ ഈ മനസ്സിനെ രാവണന് സ്പർശിക്കാൻ സാധിച്ചിട്ടില്ല. ഞാൻ ഒരു നിമിഷത്തേക്കെങ്കിലും അങ്ങയെ മറന്നിട്ടുണ്ടെങ്കിൽ, ഒരു നിമിഷത്തേക്കെങ്കിലും ഞാൻ അങ്ങയെ വിസ്മരിച്ചിട്ടുണ്ടെങ്കിൽ, എന്നെ അന്യപുരുഷൻ എന്റെ സമ്മതമില്ലാതെ എന്നെ വല്ല രീതിയിലും ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ, ശ്രീരാമസ്വാമി, ഞാനിതാ അഗ്നിയെ നോക്കി സത്യം ചെയ്യുന്നു, അഗ്നിദേവൻ എന്നെ എടുക്കട്ടെ എന്ന്. ശ്രീരാമസ്വാമിയെ 3 പ്രാവശ്യം പ്രദക്ഷിണം വെച്ച്, അഗ്നിദേവനെ പ്രദക്ഷിണം വെച്ച് അഗ്നിയിലേക്ക് ഒറ്റച്ചാട്ടം. എല്ലാവരും നിശബ്ദരായി. സുഗ്രീവനും ഹനുമാൻ സ്വാമിയും വിഭീഷണനും എല്ലാ രാക്ഷസപ്പടകളും അതുപോലെ തന്നെ വാനരന്മാരും ഏതൊരു സീതയ്ക്ക് വേണ്ടിയിട്ടാണോ രാമരാവണ യുദ്ധം ചെയ്തത്, ഇന്ന് ആ സീത അഗ്നിയിലേക്ക് പോയിരിക്കുന്നു. അല്പനിമിഷങ്ങളെ കൊണ്ട് അഗ്നിയിൽ നിന്നും ഉജ്ജ്വലമായ സ്വർണ്ണ നൂലുകളോടുകൂടിയ സിംഹത്തിന്റെ രോമങ്ങളോടുകൂടിയ രൂപം പ്രകടമായി. എല്ലാവരും കേർക്ക് ഉറക്കെ വിളിച്ചു പറഞ്ഞു, സീത ചാരിത്രത്തിൽ മുൻ സ്ഥാനത്ത് നിൽക്കണോ? സീതാദേവിയുടെ ചാരിത്രത്തെ ആർക്കും തൊടാൻ സാധിച്ചിട്ടില്ല, പരിശുദ്ധയാണ് എന്ന് പറഞ്ഞ് ശ്രീരാമസ്വാമിയുടെ കൈകളിലേക്ക് സീത ഏൽപ്പിക്കുകയാണ്. അപ്പോഴാണ് ശ്രീരാമസ്വാമി സീതയെ സ്വീകരിക്കുന്നത്. രണ്ടുപേർക്കും സന്തോഷമായി. ശ്രീരാമസ്വാമിക്ക് സന്തോഷമായി. ഇത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് എല്ലാവർക്കും ബോധ്യപ്പെട്ടു, രാവണൻ ബലാത്കാരേണ കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും രാവണൻ സീതയെ പ്രാപിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കി. ശ്രീരാമസ്വാമിക്കും ഇങ്ങനെയൊരു സീതാത്യാഗം ചെയ്യാനുള്ള കരുത്ത് കിട്ടിയത്
അതാണ് ഗുരുക്കന്മാരുടെ അനുഗ്രഹം എന്ന് പറയുന്നത്. വാസ്തവത്തിൽ ശ്രീരാമസ്വാമി എന്ന വ്യക്തിയല്ല സീതയെ ഉപേക്ഷിക്കുന്നത്. ശ്രീരാമസ്വാമി സീതയെ ഉപേക്ഷിക്കുന്നത് ഒരു രാജാവ് എന്നുള്ള നിലയ്ക്കാണ്. കാരണം ഒരു രാജാവിന്റെ ഭാര്യ പിഴച്ചവളാണെങ്കിൽ നാളെ ഇതും പറഞ്ഞ് പ്രജകളും തെറ്റായ മാർഗത്തിൽ നടക്കും. അതുകൊണ്ട് ഒരു രാജാവിന്റെ ഭാര്യ ആദരണീയായിരിക്കണം. സീതയെ പവിത്രീകരിക്കാൻ അഗ്നിദേവന് സാധിക്കുമെന്ന് നല്ല ബോധ്യമുണ്ട് ശ്രീരാമസ്വാമിക്ക്. എല്ലാം ശുദ്ധീകരിക്കുന്ന ആളാണ് ആര്? അഗ്നിദേവൻ. വിവാഹം കഴിക്കുന്നതും അഗ്നിയെ സാക്ഷി നിർത്തിയിട്ടാണ്. അപ്പൊ സീതാദേവിയുടെ പവിത്രതയും പറയുന്നത് അഗ്നിദേവനാണ്. ആ അഗ്നിദേവനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ശ്രീരാമസ്വാമിക്ക് ലോകത്തിന്റെ മുന്നിൽ കാണിച്ചു കൊടുക്കാൻ സാധിച്ചു. ശ്രീരാമൻ എന്ന രാജാവിന്റെ ഭാര്യ ചാരിത്രത്താൽ ശുദ്ധയാണ് എന്നുള്ളത്. ഇത് ഒരർത്ഥം. ഇനി നിങ്ങൾ ആധ്യാത്മിക ദൃഷ്ടിയിൽ ചിന്തിച്ചാൽ പരമാത്മാവായിരിക്കുന്ന ശ്രീരാമനിലേക്ക് സീതയ്ക്ക് ചേരണമെങ്കിൽ അതിനൊരു ത്യാഗം ആവശ്യമുണ്ട്. സീത ത്യാഗം ചെയ്യപ്പെടേണ്ടതുണ്ട്. എവിടേക്ക് ത്യാഗം ചെയ്യപ്പെടേണ്ടത്? പരമാത്മാവായിരിക്കുന്ന പ്രകാശത്തിലേക്ക് സീത ചാടി ശരീരം ഉപേക്ഷിക്കേണ്ടതുണ്ട്. ഇതാണ് ഭഗവാൻ ഗീതയിൽ പറയുന്ന സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യ മോക്ഷയിഷ്യാമി മാ ശുച. നമ്മുടെ മനസ്സിനെ ഭഗവാനാകുന്ന അഗ്നിയിലേക്ക് സമർപ്പിക്കേണ്ടതുണ്ട്. അതിലേക്ക് നമ്മൾ ചാടേണ്ടതുണ്ട്. അപ്പോഴേ പരമാത്മാവായിരിക്കുന്ന ശ്രീരാമസ്വാമിക്ക് നമ്മളെ ശുദ്ധമായി ആ മനസ്സിനെ സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ പ്രിയാണ്. അപ്പൊ ഇത് നമ്മളെ എപ്പോഴും ഓർമ്മിപ്പിക്കണം. മനസ്സിന്റെ ത്യാഗമാണ്, മനസ്സിന്റെ സമർപ്പണമാണ് ഈശ്വരപ്രാപ്തി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ മനസ്സിൽ ഈശ്വര രൂപങ്ങളെ സങ്കല്പിക്കുകയാണ്. ഈശ്വര രൂപങ്ങളെ സങ്കല്പിക്കുന്നത് ഈശ്വരപ്രാപ്തിയല്ലത്. അത് കേവലം നമ്മളെ ഒരു സ്വരൂപത്തോടുകൂടിയ, ഈശ്വരനെ രൂപത്തോടുകൂടിയ ഒരു ധ്യാനത്തെ പരിശീലിപ്പിക്കുകയാണത്. അതുകൊണ്ട് പറയും 4 തരത്തിലുള്ള സാധനകളുണ്ട് എന്ന് കപിലൻ പറയും. ഒന്ന്, മുക്തികൾ 4 എന്ന് പറയും. സാലോക്യം, സാമീപ്യം, സാരൂപ്യം, സായുജ്യം എന്ന് പറയും. ഇങ്ങനെ ഭഗവാന്റെ രൂപത്തെ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നത് കേവലം ഒരു രൂപത്തോടുകൂടിയ ഒരു സംസ്കാരമാണ്. എന്നാൽ ആത്യന്തികമായി നമ്മൾ ചെയ്യാനുള്ളത് ആ രൂപത്തെ പോലും സങ്കല്പിക്കുന്ന മനസ്സിനെ തന്നെ ഭഗവാനിലേക്ക് സമർപ്പിക്കണം. രാമകൃഷ്ണ പരമഹംസരുടെ ഭാഷയിൽ പറഞ്ഞാൽ, ഒരു ഉപ്പ് കട്ടയെടുത്ത് നിങ്ങൾ വെള്ളത്തിലേക്ക് സമർപ്പിച്ചാൽ ആ ഉപ്പ് കട്ട വെള്ളത്തിലേക്ക് ലയിക്കുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ അങ്ങോട്ട് ഭഗവാനിലേക്ക് സമർപ്പിച്ചാൽ മനസ്സ് ഭഗവത് ചൈതന്യത്തിലേക്ക് ലയിക്കും. ഇപ്രകാരം സീത അഗ്നിയിലേക്ക് ത്യാഗം ചെയ്തത് നാം ആ അർത്ഥത്തിൽ ഗ്രഹിക്കണം. ഏതായാലും സീതയെ സ്വീകരിച്ചു. സീത പവിത്രയാണെന്ന് മനസ്സിലായി. ഇനി വിഭീഷണൻ പറഞ്ഞു, പ്രഭു അടിയനെ അനുഗ്രഹിക്കണം. ഇന്ന് കൊട്ടാരത്തിൽ താമസിക്കുക. 1 വർഷമായിട്ട് നിങ്ങൾ വിട്ടുനിൽക്കല്ലേ. അപ്പൊ ഇന്നോടുന്ന് താമസിച്ച് പാർട്ടിയൊക്കെ അടിച്ച് പൊളിച്ച് ഗംഭീര സദ്യയൊക്കെ ഉണ്ട്. എന്നിട്ട് ഇന്ന് ഇവിടെ ഹാൾട്ട് ചെയ്തിട്ടൊക്കെ അവിടുന്ന് പോയാൽ മതി എന്ന്. ശ്രീരാമസ്വാമി ഉടനെ ലക്ഷ്മണനോട് ചോദിച്ചു, ഇന്നത്തെ ഡേറ്റ് എത്രയാ ലക്ഷ്മണാന്ന്? ബോധമൊന്നുമില്ലേ? ഇപ്പൊ ലക്ഷ്മണൻ പറയാണ്, ജ്യേഷ്ഠ 14ാമത്തെ വർഷം നാളെ കഴിയുന്നു. ഇത് കേട്ടതും ശ്രീരാമസ്വാമി പറഞ്ഞു, വിഭീഷണ പിന്നീട് ഒരിക്കലാവാം. എനിക്ക് എത്രയും വേഗം അയോധ്യയിൽ തിരിച്ചെത്തേണ്ടതുണ്ട്. ഞാനെങ്ങാനും അയോധ്യയിൽ തിരിച്ചെത്താൻ വൈകിയാൽ നാളെ വേറൊരാൾ അഗ്നിയിലേക്ക് ചാടും. അതാര്? ഭരതൻ ചാടും. അതുകൊണ്ട് ഇനി എന്നെ ഇവിടെ പിടിച്ചു നിർത്തരുത്, ഞാൻ പോവുകയാണ് വേഗം എന്ന്. അവിടെ ഒരാള് പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്, 14ാമത്തെ വർഷം അങ്ങ് എത്തിയിട്ടില്ലെങ്കിൽ ഞാൻ ചാടും എന്നുള്ളത്. ഇത് കേട്ടതും വിഭീഷണൻ പറഞ്ഞു, സ്വാമി വിഷമിക്കേണ്ട, ഫ്ലൈറ്റ് റെഡിയാണെന്ന്. അവരതിൽ കയറും. അങ്ങനെ ഫ്ലൈറ്റ് ഇങ്ങനെ അവിടുന്ന് പുറപ്പെടുന്ന സമയത്ത് ശ്രീരാമസ്വാമി സീതയ്ക്ക് കാണിച്ചു കൊടുക്കും, ദേ ഇവിടെയാണ് ഞാൻ ഹാ സീത എന്ന് പറഞ്ഞ കരഞ്ഞത്. ഇവിടെയാണ് പാലം പണിതു കാണിച്ചു കൊടുക്കും. പിന്നെ രാമേശ്വരത്ത് ശിവലിംഗം എവിടെയാണ് പ്രതിഷ്ഠിച്ചത് കാണിച്ചു കൊടുക്കും.
ഇങ്ങനെ ഓരോരോ സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു. ഇവിടെ ഞങ്ങൾ ഹാൾട്ട് ചെയ്തു, ഇവിടെ കടന്നു, ഞാൻ നിന്നെ ഓർത്തു, ഇവിടെ ഞങ്ങൾ അത് ചെയ്തു, ഇത് ചെയ്തു. പിന്നെ പമ്പയുടെ തീരം, ശബരിമലയൊക്കെ കാണിച്ചു കൊടുക്കും. അവിടെ എത്തുമ്പോൾ സുഗ്രീവൻ പറയും, ശ്രീരാമസ്വാമി ഒന്ന് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യണേന്ന്. അതെന്തിനാണ്? എനിക്ക് ഭാര്യയും മക്കളെയൊക്കെ ഒന്ന് വിളിക്കണം എന്നൊരു മോഹമുണ്ടെന്ന്. അവരും കയറട്ടെ എന്ന്. അങ്ങനെ സുഗ്രീവന്റെ ഫാമിലിയൊക്കെ കയറും. എല്ലാവരും കൂടി കയറി ഫ്ലൈറ്റ് ഒരു ഫാമിലി ട്രിപ്പ് പോലെ പോണത്. നേരെ അയോധ്യയിലേക്കല്ല പോയത്. നേരെ ചെന്നിറങ്ങുന്നത് ഭരദ്വാജ ആശ്രമത്തിലാണ്. മഹർഷി എല്ലാവരെയും സ്വീകരിക്കും. ശ്രീരാമസ്വാമി ഹനുമാൻ സ്വാമി ഒരിക്കൽ കൂടി വിളിക്കും. അവിടുന്ന് എത്രയും വേഗം ഭരതന്റെ അടുത്തെത്തണം. എന്നിട്ട് ഭരതനോട് പറയണം, രാമരാവണ യുദ്ധം കഴിഞ്ഞ് ശ്രീരാമൻ സ്വാമി ലക്ഷ്മണ സമന്വിതനായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറയണം. പ്രത്യേകിച്ച് 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഭരതന്റെ മുഖലക്ഷണം, മുഖത്തെ ഭാവങ്ങള്. 2, ഭരതന്റെ വാക്കുകള്. 3, ഭരതന്റെ ചില പെരുമാറ്റങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അപ്പൊ ശ്രദ്ധ മുഴുവൻ എവിടെ വരണം? മുഖത്ത് വരണം. അതെന്തിനാ അങ്ങനെ പറഞ്ഞത്? ശ്രീരാമസ്വാമി വരുന്നുണ്ട് എന്ന് പറയുമ്പോ വരുന്നുണ്ടോ എന്ന് ചോദിച്ച് മുഖത്തിനൊരു വാട്ടമുണ്ടെങ്കിൽ ഉറപ്പാണ് ശ്രീരാമസ്വാമിയുടെ വരവ് ആർക്ക് താല്പര്യമില്ല? ഭരതന് താല്പര്യമില്ല. അപ്പൊ വാക്കും പ്രവൃത്തിയൊക്കെ ശ്രദ്ധിക്കാനാ പറഞ്ഞത്. ഭരതന്റെ അടുത്തേക്ക് പോവാണ്. നന്ദിഗ്രാമത്തിലാണെന്ന് കേട്ട ആശ്ചര്യ ചെന്ന് നോക്കുമ്പോ ഹനുമാൻ സ്വാമി തൊഴുതുപോയി. ജടാധാരിയായി, താടിയൊക്കെ ഇങ്ങനെ വളർത്തി, 14 വർഷം നിലത്ത് കിടന്നുറങ്ങുക. പത്നിയെ അങ്ങോട്ട് കയറ്റിയില്ല 14 വർഷം. എന്ന് മാത്രമല്ല, ഗോമൂത്രത്തിൽ ഗോതമ്പിട്ട് സ്വയം പാചകം ചെയ്ത് കഴിക്കുക. ഓ, തൊഴുതുപോയി. ഇങ്ങനെയൊരു തപസ്സോ? എന്തായി കാണുന്നത്? പറഞ്ഞു, രാമരാവണ യുദ്ധം കഴിഞ്ഞ് ശ്രീരാമസ്വാമി ലക്ഷ്മണ സമന്വിതനായിട്ട് ഭരദ്വാജാശ്രമത്തിൽ എത്തിയിട്ടുണ്ടെന്ന് കേട്ടതും സന്തോഷം കൊണ്ട് കണ്ണുനീര് വന്ന് ആലിംഗനം ചെയ്തു. സന്തോഷമായി. പറഞ്ഞു, എത്രയും വേഗം രാമനെ കാണണം. ഈ രാജ്യം പാതാരബിന്ദത്തിൽ ഏൽപ്പിക്കണം. ഒരു ദാസനായിട്ട് ജീവിക്കണം. ഇത്രയും മോഹമുള്ളൂ. ഭരതന്റെ പ്രേമവും ഭരതന്റെ സമർപ്പണവും കാണുമ്പോൾ വളരെ ആദരവോടെ ഹനുമാൻ സ്വാമി കൈകൂപ്പും. പറയും, ഞാൻ കൂട്ടിക്കൊണ്ടുവരാമെന്ന്. അപ്പോഴേക്കും ശത്രുഘ്നൻ ഉത്തരവ് കൊടുക്കും, നന്ദിഗ്രാമം മുഴുവൻ വൃത്തിയാക്കൂ, നന്ദിഗ്രാമം മുഴുവൻ കൊടിതോരണങ്ങൾ തൂക്കൂ. എല്ലാവരും തയ്യാറായി. വസിഷ്ഠര് തുടങ്ങിയിട്ടുള്ള മഹർഷിമാരെല്ലാവരും, ജാബാലി തുടങ്ങിയിട്ടുള്ള മഹർഷിമാരൊക്കെ എത്തിച്ചേർന്നു. ശ്രീരാമസ്വാമി അവിടെ നിന്നും നേരെ നന്ദിഗ്രാമത്തിലേക്ക് ലാൻഡ് ചെയ്തു. ഭരതൻ വിമാനത്തിലേക്ക് ഓടിക്കയറിക്കൊണ്ട് ശ്രീരാമസ്വാമി എണീക്കുന്നതിന് മുമ്പ് തന്നെ പാദത്തിലേക്ക് ഒരൊറ്റ വീഴലാണ്. പറഞ്ഞു, ഇനി എല്ലാം അങ്ങയുടേതാണ്. എന്നെ ഒരു ദാസനായിട്ട് സ്വീകരിച്ച് എന്താണ് ചെയ്യേണ്ടതെന്ന് ഉത്തരവ് പറഞ്ഞാലൊന്ന്. രാജ്യം സമർപ്പിക്കൽ കഴിഞ്ഞു. ശ്രീരാമസ്വാമി നോക്കുന്ന സമയത്ത് കാണുന്നത്, എന്താ ഈ ലക്ഷ്മണന് പോലും ഇത്രയൊന്നും തപസ് കിട്ടിയിട്ടില്ല. രാജ്യം ഭരിക്കുമ്പോഴും ഭോഗലാലസതകളിലൊന്നും വീഴാതെ ഒരു വശത്ത് ഈശ്വരപ്രേമവും മറുവശത്ത് കർത്തവ്യ നിർവഹണം ചെയ്തുകൊണ്ട് രാജ്യം ഭരിച്ചൊരു യജ്ഞപുരുഷനായി ആര് നിൽക്കണോ? ഭരതൻ നിൽക്കണോ? അതുകൊണ്ടായിരിക്കാം നമ്മുടെ ഭാരതത്തിലുണ്ടല്ലോ, ശ്രീരാമസ്വാമിയെ പോലെ തന്നെ ആദരണീയനായി തീർന്നു ഭരതൻ. ലക്ഷ്മണനേക്കാളൊക്കെ ആദരണീയനായി തീർന്നു. ശ്രീരാമസ്വാമിയെ കൂട്ടിക്കൊണ്ടുവരികയാണ് നന്ദിഗ്രാമത്തിലേക്ക്. കൊട്ടും വാദ്യമൊക്കെ ഇട്ട് കാൽക്കൽ വീണ് പറയും, 14 വർഷം അവിടുത്തെ ദാസനായിരുന്നു ഞാൻ. രാജ്യത്തിന്റെ വിസ്തൃതിയും സൈന്യബലവും ഭണ്ഡാരശേഖരം ഒക്കെ ഇങ്ങോട്ട് പറയും. ശ്രീരാമസ്വാമിക്ക് മനസ്സിലായി, ഇദ്ദേഹം വെറും ഒരു സന്യാസിയെ പോലെ ജീവിക്കല്ല ചെയ്തത്. ഒരു വശത്ത് ഈശ്വര സ്മരണയും മറുവശത്ത് തന്റെ കടമകൾ അതിഗംഭീരമായിട്ട് ഒരു രാജാവ് എങ്ങനെ കൊണ്ടു നടക്കണോ അതുപോലെ കൊണ്ടു നടന്ന ആളാണ് ഭരതൻ. ആദരവോടെ കൂപ്പും. ഓ, ഭരത ഇങ്ങനെയുണ്ടല്ലോ ഒരു സഹോദരൻ. ഭരതനെ ആലിംഗനം ചെയ്യും. പിന്നീട് എല്ലാവരും കൂടി ചേർന്ന് അയോധ്യയിലേക്ക് പോവുകയാണ്. ശ്രീരാമസ്വാമി അമ്മയെ നമസ്കരിക്കും, കൈകേയി മാതാവിനെ നമസ്കരിക്കും, സുമിത്രയെ നമസ്കരിക്കും. സുമിത്രയുടെ കൈകളിലേക്ക് ലക്ഷ്മണനെ ഏൽപ്പിക്കുകയാണ്. പിന്നീട്
അമ്മ കൗസല്യ മാതാവ് സീതയെ സ്വീകരിക്കും. പൗരജനങ്ങളെല്ലാം കരയാൻ തുടങ്ങും സന്തോഷം കൊണ്ട്. മഹർഷിമാരെല്ലാം വരും. വസിഷ്ഠ മഹർഷിയും ശ്രീരാമസ്വാമിയെ സ്വീകരിക്കും. അച്ഛന്റെ വാക്കുകളെ സത്യമാക്കി തീർത്ത് 14 വർഷം കഴിഞ്ഞ് ശ്രീരാമസ്വാമി തിരിച്ചു വന്നിരിക്കുന്നു. ആ ദിവസം അവര് ആഘോഷിക്കുന്നതാണ് ഭാരതത്തിൽ ദീപാവലിയായിട്ട് ആഘോഷിക്കുന്നത്, ഉത്സവമാക്കിയവര്. അങ്ങനെ ശ്രീരാമസ്വാമിയുടെ പട്ടാഭിഷേകം ചെയ്യണം. വസിഷ്ഠർ കൂടിയാലോചിക്കും. പിറ്റേ ദിവസം അതിഗംഭീരമായിട്ട് പട്ടാഭിഷേകത്തിനുള്ള ഒരുക്കമാണ്. പല പുണ്യനദികളിൽ നിന്നും വെള്ളം കൊണ്ടുവരും. ആ വെള്ളമൊക്കെ കൊണ്ടുവന്ന് എല്ലാ സജ്ജനങ്ങളുടെയും മുന്നിൽ വെച്ച് ശ്രീരാമസ്വാമി ഈ മഹാത്മാക്കൾ അഭിഷേകം ചെയ്യണം. അതിനുശേഷം ശ്രീരാമസ്വാമി ചക്രവർത്തിയായിട്ട് അധികാരം ഏറ്റെടുക്കും. ആരെയാണ് യുവരാജാവാക്കേണ്ടത്? ലക്ഷ്മണനെ യുവരാജാവാക്കാന്ന് വിചാരിക്കുക. ലക്ഷ്മണൻ ശ്രീരാമസ്വാമി പറയില്ല ലക്ഷ്മണനോട്, ഭരതനോട് പറയും. ഭരതനാണല്ലോ രാജ്യം ഭരിച്ചത് ഇത്രയും കാലം. ഭരതനെ യുവരാജാവാക്കാൻ വേണ്ടിയിട്ട് പറയും, ഭരത അവിടുന്ന് യുവരാജാവാവൂ. ഭരതൻ പറയും, സ്വാമി ഞാൻ ദാസനായിട്ടിരുന്നോളാം. ഏറ്റെടുക്കില്ല അത്. അതായത് 14 വർഷം രാജ്യം ഭരിച്ചിട്ടും ആ രാജ്യത്തോട് ഒരാസക്തിയും ഭരതനുണ്ടായില്ല എന്നുള്ളതാണ്. യുവരാജപട്ടം പോലും സ്വീകരിച്ചില്ല. അവസാനം അതാണ് ലക്ഷ്മണനെ ഏൽപ്പിക്കുന്ന യുവരാജപട്ടം. പിന്നെ ശ്രീരാമസ്വാമി ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. ബ്രാഹ്മണർക്ക് ദക്ഷിണാദികളൊക്കെ കൊടുത്ത്, മഹാത്മാക്കൾക്ക് ദക്ഷിണാദികളൊക്കെ കൊടുത്ത്, തന്നെ യുദ്ധത്തിന് സഹായിച്ച ഓരോരുത്തർക്കും ദക്ഷിണകൾ കൊടുക്കും, ഓരോ സമ്മാനങ്ങൾ. അങ്കദൻ, വിഭീഷണൻ പട്ടുവസ്ത്രങ്ങളും തോൾവളകളും മാലകളും ഒക്കെ കൊടുക്കും. അങ്ങനെ ഓരോരുത്തർക്ക് കൊടുത്തതിന് ശേഷം ഇനി ഹനുമാൻ സ്വാമിയുടെ ഊഴമാണ്. എന്താണ് അദ്ദേഹത്തിന് കൊടുക്കുക? സ്വാമി വരൂ. അങ്ങോട്ട് കൊടുക്കുകയല്ല ശ്രീരാമസ്വാമി ചെയ്യുന്നത്. ഒരിക്കലും തീർത്താൽ തീരാൻ പറ്റാത്തൊരു കടപ്പാടാണ് ഹനുമാൻ സ്വാമിയോടുള്ളത്. സീതാദേവിയെയും എന്നെയും കൂട്ടിച്ചേർത്തത് ഹനുമാൻ സ്വാമിയാണ്. ചോദിക്കുകയാണ്, എന്താ വരം വേണമെന്ന് ചോദിക്കൂ, അങ്ങക്ക് എന്ത് വരം വേണമെങ്കിലും തരാമെന്ന്. ശ്രീരാമസ്വാമിയെ കൈകൂപ്പിക്കൊണ്ട് ഹനുമാൻ സ്വാമി ചോദിക്കുന്നൊരു വരമുണ്ട്. എന്താ ചോദിക്കുന്നതെന്നറിയോ? ശ്രീരാമസ്വാമിയോട് പറയണ, എനിക്കൊരു വരം വേണമെന്ന്. എന്താണത്? രാമ ജപ സ്മരണങ്ങളിൽ മാമകമാനസേ തൃപ്തിവരാ വിഭോ, മറ്റു വരം മമ വേണ്ട ദയാനിതേ, മുറ്റും ഇളക്കമില്ലാതൊരു ഭക്തിയുണ്ടായിരിക്കണം. എനിക്ക് വേണ്ടത് എത്രയെത്ര രഘുനാഥ കീർത്തനം. എപ്പോഴും എപ്പോഴും രാമരാമാന്ന് ജപിക്കാനും സ്മരിക്കാനും സാധിക്കണം. രാമ ജപ സ്മരണ ശ്രവണങ്ങളിൽ എവിടെ രാമനെ ജപിക്കുന്നുണ്ടോ അവിടെ കേൾക്കാൻ സാധിക്കണം, എനിക്കത് ജപിക്കാൻ സാധിക്കണം, എനിക്കത് സ്മരിക്കാൻ സാധിക്കണം. ഇതിൽ പരം വേറെ ഭാഗ്യങ്ങളൊന്നും വേണ്ട. രാമനെ കാണണം, രാമന്റെ അടുത്തിരിക്കണം, രാമനെ കണ്ടുകൊണ്ടിരിക്കണം, ഇതൊന്നുമല്ല ഹനുമാൻ സ്വാമി ചോദിച്ചത്. എനിക്ക് എപ്പോഴും 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 ഭഗവത് നാമം ജപിക്കാൻ സാധിക്കണം, ഭഗവത് നാമത്തെ സ്മരിക്കാൻ സാധിക്കണം, ഭഗവത് നാമം കേൾക്കാൻ സാധിക്കണം. എന്നിട്ടാണ് നമ്മുടെ ആളുകൾ വിഡ്ഢിത്തം പറയുക. സന്ധ്യയ്ക്ക് രാമനാമം ജപിച്ചാൽ ഹനുമാൻ സ്വാമി ഡിസ്റ്റർബ്ഡ് ആവത്രേ. സന്ധ്യയ്ക്ക് രാമായണം വായിച്ചാൽ ഹനുമാൻ സ്വാമി ഡിസ്റ്റർബ്ഡ് ആവത്രേ. രാമായണം വായിച്ചു കഴിഞ്ഞാൽ നിനക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ വിഡ്ഢിത്തം ചിന്തിക്കുക? ഇളക്കമില്ലാതൊരു ഭക്തിയുണ്ടായിരിക്കണം, അതിൽ പരം മറ്റു വരങ്ങളൊന്നും വേണ്ടതയാനിതേ. എപ്പോഴും 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 രാമാന്ന് ജപിക്കുന്ന ഒരാൾക്ക്, ഇളക്കമില്ലാതെ രാമാന്ന് ജപിക്കുന്ന ഒരാളെ ഡിസ്റ്റർബ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നു പറഞ്ഞാൽ നമ്മളെപ്പോലെ വിഡ്ഢികൾ ലോകത്തിലുണ്ടോ? ചില ആളുകൾ ഈ എക്സ്ക്യൂസ് പറഞ്ഞിട്ട് വായിക്കില്ലേ രാമായണം. സന്ധ്യയ്ക്ക് രാമായണം വായിച്ചാൽ കേട്ടിട്ടില്ലേത്? ഹനുമാൻ സ്വാമി ഡിസ്റ്റർബ്ഡ് ആവത്രേ. എവിടുന്നാവും ഈ പൊട്ടത്തരൊക്കെ വിളിച്ചു കൊണ്ടുവരുന്നത്? ആരാവും അതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്? മനസ്സിലാവണില്ല എനിക്ക്. ഇതാരാ അതൊക്കെ പബ്ലിഷ് ചെയ്യണത് എന്ന്. ഇത് പബ്ലിസിറ്റി കൊടുക്കാൻ നമ്മളും ഉണ്ട് അതിന്റെ കൂട്ടത്തില്. ഒരാൾക്കൊന്ന് കിട്ടിയാൽ മതി, അത് വേഗം മറ്റാൾക്ക് കൊടുത്തോളും. നന്നാവണം എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ നന്നാവരുത് എന്ന് പറയുന്ന ആളുകളാണ്. കാരണം വായിച്ചാൽ നേരെ കഴിഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. അതുകൊണ്ട് രാമായണം
ഇന്ന സമയമൊന്നുമില്ല. നിങ്ങളെപ്പോ വായിക്കണോ അത് കേൾക്കാൻ ഹനുമാൻ സ്വാമി വന്നേ പറ്റുള്ളൂ. നമുക്കതും ധാരണയുണ്ട്, കുരങ്ങന്റെ രൂപത്തിലാണ് വരിക എന്നുള്ളത്. ഹനുമാൻ സ്വാമിക്ക് കുരങ്ങ രൂപത്തിൽ മാത്രമല്ല വരാൻ സാധിക്കുക. ശ്രീരാമസ്വാമിയെ ആദ്യം കാണുന്നത് കുരങ്ങന്റെ രൂപത്തിലല്ല, ഒരു ബ്രാഹ്മണ കുട്ടിയുടെ വേഷത്തിലാണ്. ശ്രീരാമസ്വാമിയുടെ മുന്നിൽ വരുന്ന ഹനുമാൻ സ്വാമിക്ക് ഏത് വേഷം കെട്ടാനും സാധിക്കും. ഇപ്പം നമ്മുടെ മുന്നിൽ ഏതൊക്കെ രൂപങ്ങളിലാണ് ഹനുമാൻ സ്വാമി വരുന്നത് നമുക്കറിയില്ല. അതുകൊണ്ട് എപ്പോഴും ഹനുമാൻ സ്വാമിയെ കേൾപ്പിക്കാനെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ഉറക്ക രാമനാമം ജപിക്കണം. ഇത് നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ഇങ്ങനെയാ മുത്തശ്ശിമാര് പറയും, ഉറക്ക ചൊല്ലു കുട്ടി, ഉറക്ക ചൊല്ലു എന്ന്. കാരണം ഇത് കേൾക്കാൻ ഹനുമാൻ സ്വാമി വരും, ഹനുമാൻ സ്വാമി വരും എന്നാണ്. അത് ഇന്ന സമയത്ത് ചൊല്ലണമെന്നൊന്നും ഞാൻ കേട്ടിട്ടില്ല. പിന്നീട് കേൾക്കുന്നത് സന്ധ്യയ്ക്ക് രാമായണം വായിക്കരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്. പക്ഷെ സീരിയൽ കാണാൻ സന്ധ്യയ്ക്ക്, കാരണം അത് കാണാൻ ഹനുമാൻ സ്വാമി വരില്ല അത്രേ. നോക്കണം, ഇങ്ങനെയുള്ള വിഡ്ഢിത്തങ്ങളൊക്കെ സീരിയലുകാരനായിരിക്കാൻ ഇതൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടാവുക. ചിലർക്ക് സീരിയൽ കാണേണ്ടി വരും. അപ്പൊ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും, മുത്തശ്ശിമാര് ചിലപ്പം അവിടെ ഇരുന്നിട്ട് രാമ 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 എന്ന് പറയുമ്പം ഏതെങ്കിലും മരുമകള് പറഞ്ഞിട്ടുണ്ടാവും, അയ്യോ സന്ധ്യയ്ക്ക് ഇത് ചൊല്ലരുത്, ഹനുമാൻ സ്വാമി ഡിസ്റ്റർബ്ഡ് ആവുന്നു. എന്നാ പിന്നെ അത് പറഞ്ഞാൽ മുത്തശ്ശി മിണ്ടാതിരിക്കും, ഇവർക്ക് സീരിയൽ സുഖമായിട്ട് കാണാമല്ലോ. ഇവർക്ക് സീരിയൽ കാണാൻ വേണ്ടിയിട്ട് ഏതോ ഒരു മുത്തശ്ശിയുടെ വായ ഏതോ ഒരു മരുമകൾ മുടക്കിയിട്ടുണ്ടാവും. അന്ന് മുത്തശ്ശി തന്റെ ഫ്രണ്ട്സിനൊക്കെ പ്രചരണം കൊടുത്തിട്ടുണ്ടാവും, എന്ത്, ആരും ഇനി മേലാൽ സന്ധ്യയ്ക്ക് രാമായണം വായിക്കണ്ട, സീരിയൽ കണ്ടോളൂ, ഹനുമാൻ സ്വാമി കുഴപ്പമുണ്ടാക്കില്ല എന്ന്. ഇങ്ങനെയൊക്കെയുള്ളൊരു അന്ധവിശ്വാസങ്ങൾ നമ്മുടെ ഇടയിൽ പ്രചരിക്കുന്നുണ്ടെങ്കിൽ അതിലൊന്നും നമ്മൾ കാതു കൊടുക്കരുത്. നമ്മളെപ്പോഴും എപ്പോഴൊക്കെ സന്ദർഭം കിട്ടുന്നുണ്ടോ നാമം ജപിക്കൂ. ശ്രീരാമനാമം ജപിച്ചുകൊണ്ട് രാമനിലേക്ക് എത്തിച്ചേർന്ന ഒരു വാൽമീകി ഋഷിയെപ്പോലെ ഹനുമാൻ സ്വാമിയും പറയുന്നത്, എനിക്കെപ്പോഴും രാമനാമം ജപിക്കാൻ സാധിക്കണമേ. ഇതല്ലേ രാമായണത്തിന്റെ മുഖ്യമായൊരു തീം. അപ്പോ രാമായണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രാമനാകുന്ന ആത്മാവിലേക്ക് എത്താൻ പ്രേമത്തോടെ രാമനാമം ജപിച്ചുകൊണ്ട് അതിൽ ആനന്ദമനുഭവിക്കാൻ സാധിച്ചാൽ നമുക്ക് ക്രമേണ ആത്മാരാമനാവാം. ക്രമേണ ഭൗതികമായിട്ടുള്ള രസങ്ങളിൽ നിന്നും മനസ്സിനെ പിന്തിരിപ്പിക്കാം. പിന്നെ നമുക്ക് കാമഭോഗങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, ക്രമേണ നമുക്ക് മനസ്സിലാവും എന്നിലിരിക്കുന്ന അതേ രാമചൈതന്യം തന്നെയാണ് മറ്റുള്ളവരിലും. നമ്മുടെ പ്രവൃത്തിയും വാക്കുകളും എല്ലാം സവിശുദ്ധമായി തീർന്ന് മനസ്സ് രാമൻ കൂടെയുണ്ടെന്ന ബോധത്തോടെ, ആത്മാവാകുന്ന രാമൻ കൂടെയുണ്ടെന്ന ബോധത്തോടെ ഏത് അനുഭവങ്ങളെയും ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും തരണം ചെയ്യാനും സാധിക്കുന്ന ഉത്കൃഷ്ടമായൊരു ജീവിതം നമുക്ക് നയിക്കാൻ സാധിക്കുമെന്ന് രാമായണത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നു.